അഫ്താബ്, അതുകൊണ്ട് തന്നെ സൗദിയിലെ കാര്യം എടുത്തു പറയുമ്പോൾ സൗദിയിൽ നിലവിലെ സ്ഥിതി ശാന്തമാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? കൂടുതൽ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ സാധാരണഗതിയിലേക്ക് നഗരം എത്തി തുടങ്ങിയിട്ടുണ്ടോ? ഹരി, ഇവിടുത്തെ ജനജീവിതത്തെയോ അല്ലെങ്കിൽ നഗരങ്ങളെയോ ഈ ആക്രമണം ഒരു നിലക്കും ബാധിച്ചിട്ടില്ല. ജനജീവിതം സാധാരണഗതിയിലാണ്. പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെയോ ജോലിയെയോ ഒന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇത് ഭൗതികമായി എന്ന് വെച്ചാൽ ഇതിന്റെ ഡ്രോണുകൾ വരുന്ന സമയത്ത് അതിന്റെ ഭാഗമായി ഓടി മാറുകയോ അത്തരമൊരു സാഹചര്യമോ ഒന്നുമില്ല. കാരണം ഇറാനെ പോലെ തന്നെ വലിയ ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ച് തന്നെ ഡിഫൻസ് വിഭാഗങ്ങൾക്ക്, പ്രതിരോധ വിഭാഗങ്ങൾക്ക് ഇത് തകർത്തിടാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് ഇതുവരെ ഇത്തരം ഇതിന്റെ ഈ ആക്രമണത്തിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സൗദി അറേബ്യയിൽ ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെയില്ല. അത് പക്ഷേ ജനങ്ങളെ ബാധിക്കാൻ പോകുന്നത് നേരിട്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായി വിപണിയിലേക്ക് എല്ലാമായിരിക്കും ഇതിന്റെ പ്രത്യാഘാതം വരിക. ഇതിൽ തന്നെ സൗദി അറേബ്യയിൽ നൂറുകണക്കിന് മലയാളികൾ ലോജിസ്റ്റിക്സ് മേഖലയിൽ, ഷിപ്പിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കപ്പലുകൾ ഇപ്പോൾ സർവീസ് നടത്താത്ത ഒരു പശ്ചാത്തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തുടർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പലരുടെയും ജോലികളെ ബാധിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കയറ്റുമതി തുടരാതിരുന്നാൽ ഷിപ്പിംഗിനെയും ഒപ്പം തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലയെല്ലാം പ്രവർത്തിക്കുന്ന കമ്പനികളെ ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അവിടേക്ക് നീങ്ങുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത് ആളുകളെ ബാധിക്കുക. മാത്രവുമല്ല, ചരക്കുകൾ കൃത്യമായി ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് വിപണിയെ ബാധിക്കും, സാധാരണക്കാരെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക്. ഇറാന്റെ തിരിച്ചടിയിൽ തെല്ലവീവിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെല്ലവീവിൽ റോക്കറ്റുകൾ നേരിട്ട് പതിച്ചു. 12 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലപ്പെട്ട 3 കമാൻഡർമാർക്ക് പിന്തുടർച്ചക്കാരെയും നിശ്ചയിച്ചിട്ടുണ്ട്. ആര് കൊല്ലപ്പെട്ടാലും ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറില്ലെന്നും ഇറാൻ വിപ്ലവ സേന വക്താവ് വ്യക്തമാക്കി. അതേസമയം സൗദിയിലും സ്ഥിതി ശാന്തമാണ്. നിലവിൽ കൂടുതൽ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഫ്താബ് റഹ്മാനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.